ബേപ്പൂർ ഫെസ്റ്റിന് പണം അനുവദിച്ചത് വിവാദമായതോടെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്ന ആവശ്യം ശക്തമായത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കണ്ടതുപോലെ ബോട്ട് ക്ലബ്ബുകൾ ഇത്തരത്തിലുള്ള ആവശ്യവുമായി മുന്നോട്ടെത്തിയതും. തീരുമാനം അനന്തമായി നീട്ടരുതെന്ന് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ മുഖ്യമന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. വിവാദമായതോടെ നെഹ്റു ട്രോഫി വള്ളംകളി സംഘടിപ്പിക്കുന്നത് ടൂറിസം വകുപ്പല്ലെന്നും നടത്താൻ തീരുമാനിച്ചാൽ സഹകരിക്കുമെന്നുമാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത്. എന്നാൽ വള്ളംകളി നടത്തേണ്ടതില്ലെന്ന തീരുമാനം സർക്കാർ എടുത്തതിനാൽ സർക്കാർ തന്നെ നയപരമായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വള്ളംകളി ഇനി നടത്താനുമാകില്ല എന്നതാണ്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജനും മുഖ്യമന്ത്രിക്ക് 2 ആഴ്ച മുൻപ് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരുന്നു. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുകയും ബേപ്പൂർ ഫെസ്റ്റിന് 2.5 കോടി അനുവദിക്കുകയും ചെയ്തു. ആ വാർത്ത പ്രസാദ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോഴാണ് നമുക്ക് ഇതെന്തൊരു ഇരട്ടത്താപ്പ് എന്ന് തോന്നിയത്. ഇപ്പോൾ ടൂറിസം മന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് എന്താണ്? പ്രതിപക്ഷത്തു നിന്ന് ഉൾപ്പെടെ ബോട്ട് ക്ലബ്ബുകൾ ഉൾപ്പെടെ ഇതിലുണ്ടാകുന്ന വലിയ സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആലപ്പുഴയിലെ ടൂറിസം സീസണ് തന്നെ വലിയ കരുത്ത് പകരുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അങ്ങനെയിരിക്കെ എല്ലാ കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ആവശ്യം ഉയരുമ്പോൾ സർക്കാരാണ് ഒരു നയപരമായ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ടൂറിസം മന്ത്രിയുടെ മറുപടി എന്താണ് ഇക്കാര്യത്തിൽ? വിനീത, ഇതൊരു ഇരട്ടത്താപ്പ് തന്നെയായിരുന്നു. കാരണം ഇന്നലെ രാത്രി നമ്മൾ ഈ വാർത്ത പുറത്ത് കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഒരു നടപടിയും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് വള്ളംകളി നടത്താനുള്ള ശ്രമത്തിലേക്ക് നീങ്ങുന്നു. തീരുമാനമായില്ല. നമ്മൾ ഇന്നലെ പ്രധാനമായും പറഞ്ഞത് ആ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വള്ളംകളി നടത്തേണ്ടതില്ല എന്ന തീരുമാനം, ഇപ്പോൾ നടത്തേണ്ടതില്ല എന്ന തീരുമാനമെടുത്തത് സർക്കാരാണ്. അതിൻ്റെ ഭാഗമായി അവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വന്നു. ആ വള്ളംകളി താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായി. ആ സമയത്താണ് ഈ ഓഗസ്റ്റ് 22-ന് ഒരു ഉത്തരവിറങ്ങുന്നത്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് വേണ്ടി 2,45,00,000 രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്. ബേപ്പൂർ നമുക്കെല്ലാവർക്കും അറിയാം, ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ടെന്ന് പറയുകയും അതോടൊപ്പം തന്നെ തൻ്റെ മണ്ഡലത്തിൽ വാട്ടർ ഫെസ്റ്റ് നടത്താൻ വേണ്ടി 2.5 കോടി രൂപ സർക്കാരിൽ നിന്ന് പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു. നേരത്തെ വിനീത പറഞ്ഞതുപോലെ ബോട്ട് ക്ലബ്ബുകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഒരു വിശദീകരണവുമായി മുഹമ്മദ് റിയാസ് മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിശദീകരണം തീർത്തും തെറ്റാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത് വിനീത. കാരണം ഇതിൽ വള്ളംകളി ഇപ്പോൾ നടത്തേണ്ടതില്ല എന്ന നയപരമായ തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാരാണ്. ഇനി സംസ്ഥാന സർക്കാർ പറയാതെ വള്ളംകളി നടത്താനാകില്ല. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഈ കത്ത്. അതായത് 13/8/2024 CPM നേതാവായ PP ചിത്തരഞ്ജൻ മുഖ്യമന്ത്രിക്ക് അയക്കുന്ന ആ കത്തിൽ ഇങ്ങനെ പറയുന്നത്, അതായത് പല ഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന വള്ളംകളി തുടർന്ന് സെപ്റ്റംബർ മാസത്തിലെങ്കിലും നടത്തുവാൻ കഴിയുമോ എന്നുള്ളത് ഗവൺമെൻറ് ഗൗരവമായി പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് ഓഗസ്റ്റ് മാസം 13-ാം തീയതി ചിത്തരഞ്ജൻ പറയുന്നത് വള്ളംകളി നടത്താൻ അനുവദിക്കണം. ആ സമയത്താണ് ഇന്നത്തെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. മുഹമ്മദ് റിയാസ് എന്താണ് പറയുന്നത്? മുഹമ്മദ് റിയാസ് പോസ്റ്റിലൂടെ പറയുന്നത് ഇത് വള്ളംകളി നടത്തുന്നത് ടൂറിസം വകുപ്പല്ല, മറിച്ച് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണ്. ശരിയാണ് മിനിസ്റ്ററെ, അതിൻ്റെ നടത്തിപ്പ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിക്ക് തന്നെയാണ്. പക്ഷേ അതിൽ നയപരമായ തീരുമാനം വേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണ്. ആ സർക്കാരാണ് നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും അതേസമയം തന്നെ മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലത്തിലേക്ക് 2.5 കോടി രൂപ അനുവദിച്ച് ഉത്തരവാവുകയും ചെയ്യുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. ഇപ്പോഴും മന്ത്രി പറയുന്നതിൽ വ്യക്തതയില്ല. മന്ത്രി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയിൽ സ്വാധീനം ചെലുത്തി ടൂറിസത്തിൻ്റെ വികസനത്തിന് ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന രീതിയിൽ ഈ വള്ളംകളി നടത്താനുള്ള തീരുമാനം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ പൂർണ്ണമായി മുഹമ്മദ് റിയാസിൻ്റെ പോസ്റ്റ് പ്രകാരം ആലപ്പുഴ ജില്ലാ കളക്ടറുടെ തലയിലേക്ക് കാര്യങ്ങൾ വരുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. അത് തീർത്തും തെറ്റാണ് എന്നുള്ളതാണ് ചിത്തരഞ്ജൻ്റെ കത്തിലൂടെ മനസ്സിലാവുകയും ചെയ്യുന്നത് വിനീത. ശരി, TV പ്രസാദ് പറഞ്ഞതുപോലെ സർക്കാർ ഇക്കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം എടുത്തേ മതിയാകൂ. കാരണം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ ബോട്ട് ക്ലബിനും ഉണ്ടാകുന്നത്. അവിടുത്തെ ടൂറിസം സീസണെ വലിയ രീതിയിൽ ഇത് ഉത്തേജിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി അടുത്ത മാസം തന്നെ നടത്തണമെന്ന ബോട്ട് ക്ലബ്ബുകളുടെ ആവശ്യത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കും, ജില്ലാ കളക്ടർ എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്കറിയണം. ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്.